ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നിപരീക്ഷ എപ്പിസോഡ് നമ്പർ 4. തുടക്കത്തിലുണ്ടായിരുന്ന 40 പേരിൽ നിന്ന് 4 പേര് എവിക്ഷനിലൂടെ പുറത്തായി. നിലവിലെ ഷോയിൽ ബാക്കിയുള്ളത് 36 പേരാണ്. ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കത്തില് റിയാസ് പറയുന്നു, കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് ഇവിടെ നടന്ന സംഭവങ്ങൾ നമ്മൾ കണ്ടു. ടാസ്ക് ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ ടാസ്കിന് ഉപരിയായിട്ട് പേഴ്സണാലിറ്റിയാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. അപ്പൊ ടാസ്കിൽ വിജയിക്കാത്ത ആൾക്കാർക്കും നമ്മൾ ഇൻഫിനിറ്റി പെൻഡന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ടാസ്ക് മാത്രമല്ല, പേഴ്സണാലിറ്റിയാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. പേഴ്സണാലിറ്റി കറക്റ്റ് ആയിട്ട് കാണിക്കാത്തവർ ചിലപ്പോൾ ഇന്നും വീട്ടിലേക്ക് പോയേക്കാം. അടുത്തതായിട്ട് ഈ 36 പേരെയും ടീമുകളായിട്ട് തിരിക്കുകയാണ്. ഇതിനായിട്ട് അഖില്, രഞ്ജിനി, റിയാസ്, റനീഷ ഇവരുടെ പേരുകൾ എഴുതിയ ചിറ്റുകൾ ഒരു ബൗളിലിടുന്നു. മത്സരാർത്ഥികൾ ഓരോരുത്തരായി ഈ ചിറ്റടിക്കുകയും ആരുടെ പേരാണോ ലഭിക്കുന്നത് അവർ ആ ടീമിൽ ഉൾപ്പെടുകയും ചെയ്യുന്നു. അതിനുശേഷം ഇവർക്ക് വൈറ്റ്, ബ്ലാക്ക്, ബ്ലൂ ആൻഡ് ആഷ് തുടങ്ങിയ വിവിധ കളറുകളിലുള്ള ബാൻഡുകൾ ഓരോ ടീമിനും നൽകുന്നു. റനീഷ ജഡ്ജസിനോട് ചോദിക്കുന്നു ഇവർക്ക് എന്തെങ്കിലും ഉപദേശം കൊടുക്കാനുണ്ടോന്ന്. അപ്പൊ രഞ്ജിനി പറയുന്നു, ഇന്നലെ 4 പേർക്ക് വീട്ടിൽ പോകേണ്ടി വന്നു. എല്ലാവർക്കും ഇവിടെ നിൽക്കാനായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. അതേപോലെ റാഷ പോയ സമയത്ത് ബ്ലെയിം ചെയ്തത് ക്യാപ്റ്റൻ ആയിട്ടുള്ള അഭിറാമിനെയാണ്. ഒരു ചാൻസ് കൂടി തരാൻ പറ്റുമോ എന്ന് റാഷ ചോദിക്കുകയും ചെയ്തു. അതുകൊണ്ട് നിങ്ങളുടെ ചാൻസ് നിങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുക. റനീഷ പറയുന്നു, രഞ്ജിനി ചേച്ചി പറഞ്ഞതുപോലെ തന്നെ റാഷ പുറത്തു പോകുമ്പോഴത്തേക്കിനും സ്വന്തം ടീമിന്റെ ക്യാപ്റ്റൻ ആയിട്ടുള്ള അഭിറാമിനെയാണ് ബ്ലെയിം ചെയ്തത്. അപ്പോൾ ഒരു ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ അഭിറാമിന് ആ പവർ ശരിയായിട്ട് ഉപയോഗിക്കാനായിട്ട് കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇന്നൊരു ടീമിനും ക്യാപ്റ്റൻ ഉണ്ടായിരിക്കുന്നതല്ല. അങ്ങനെ ഇന്നത്തെ ടാസ്കുകളിലേക്ക് കടക്കുകയാണ്. ടാസ്ക് ലെറ്റർ ഇങ്ങനെയാണ്. വിജയത്തിലേക്ക് എത്താൻ ആകെ 5 ലെവലുകളാണ് ഈ ടാസ്കിലുള്ളത്. ഈ 5 ലെവലുകളും ടീമുകൾ വിജയകരമായി പൂർത്തിയാക്കണം. ഇതിലെ ആദ്യത്തെ 4 ലെവലുകൾ 2 മത്സരാർത്ഥികൾ ചേർന്നും അവസാനത്തെ 5ാമത്തെ ലെവൽ ഒരു മത്സരാർത്ഥിയുമാണ് പൂർത്തിയാക്കേണ്ടത്. ഓരോ ലെവൽ കഴിയുമ്പോഴും 4 പസിൽ പീസുകൾ വീതം ലഭിക്കും. അങ്ങനെ ആദ്യത്തെ 4 ലെവലുകളിൽ ജയിക്കുമ്പോൾ ലഭിക്കുന്ന ആകെ 16 പീസുകൾ അവസാനം 5ാം ലെവലിൽ ഉപയോഗിക്കണം. ആ പസിൽ പീസുകൾ വെച്ച് 5ാം ലെവലിലെ പസിൽ പൂർത്തിയാക്കുന്നതാണ് ടാസ്ക്. ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഈ 5 ലെവലുകളും പൂർത്തിയാക്കുന്ന ടീം ആയിരിക്കും വിജയിക്കുക. 1ാമത്തെ ലെവല്, ഇവിടെ ഒരു ബാർബൽ, ഡംബൽ, കെറ്റിൽ ബെൽ എന്നിവ സജ്ജീകരിച്ചിട്ടുണ്ടാവും. ജഡ്ജസ് ആവശ്യപ്പെടുന്നതനുസരിച്ച് ഇവ ഉപയോഗിച്ച് അഭിനയിക്കുക എന്നതാണ് ആദ്യ കടമ്പ. ഇരുവരുടെയും പ്രകടനത്തിൽ ജഡ്ജസ് സംതൃപ്തരായാൽ മാത്രമേ അടുത്ത ലെവലിലേക്ക് കടക്കാൻ സാധിക്കൂ. ഈ ലെവൽ കഴിഞ്ഞാൽ അവിടെയുള്ള ബോക്സിൽ നിന്ന് 4 പസിൽ പീസുകൾ എടുത്ത് മധ്യഭാഗത്തുള്ള വലിയ ബോക്സിൽ നിക്ഷേപിക്കണം. ശേഷം നൽകിയിരിക്കുന്ന മാർക്കിൽ വന്ന് നിന്നതിന് ശേഷമേ അടുത്ത ലെവൽ ആരംഭിക്കാവൂ. 2ാമത്തെ ലെവൽ, നിശ്ചിത അളവിലുള്ള ഭക്ഷണ സാധനങ്ങൾ അവിടെ ഉണ്ടായിരിക്കും. 2 മത്സരാർത്ഥികളും ചേർന്ന് അത് മുഴുവൻ കഴിച്ചു തീർക്കണം. ഭക്ഷണം പൂർത്തിയാക്കിയ ശേഷം ലഭിച്ച പസിൽ പീസുകൾ മധ്യഭാഗത്തുള്ള ബോക്സിൽ നിക്ഷേപിച്ച് നിർദ്ദിഷ്ട മാർക്കിൽ വന്ന് നിൽക്കണം. 3ാമത്തെ ലെവല്, 6 ശിഖരങ്ങളുള്ള ഒരു ഹോൾഡർ ഈ ലെവലിൽ ഉണ്ടായിരിക്കും. ഒരു പ്ലാങ്കിന്റെ ഇരുവശത്തുമായി 3 ബോളുകൾ വീതമുള്ള 2 ബൗളുകൾ വെച്ചിട്ടുണ്ടാവും. ഒരു വശത്ത് ആദ്യ മത്സരാർത്ഥിയും മറുവശത്ത് 2ാമത്തെ മത്സരാർത്ഥിയും നിൽക്കണം. ആദ്യ മത്സരാർത്ഥി ഒരു ബോൾ എടുത്ത് ഹോൾഡറിലൂടെ ഒരു ശിഖരത്തിൽ വെച്ച് പ്ലാങ്കിലൂടെ നടന്ന് മറുവശത്തെത്തണം. ശേഷം ഹോൾഡർ 2ാമത്തെ മത്സരാർത്ഥിക്ക് കൈമാറണം. തിരികെ സ്വന്തം സ്ഥാനത്തെത്തി നിൽക്കണം. തുടർന്ന് 2ാമത്തെ മത്സരാർത്ഥി ഒരു ബോൾ കൂടി ഹോൾഡറിൽ വെച്ച് അതേ രീതിയിൽ പ്ലാങ്കിലൂടെ മറുവശത്തെത്തണം. ഇത്തരത്തിൽ 6 ബോളുകളും ഹോൾഡറിൽ വെച്ച് വിജയകരമായി മറുവശത്തെത്തിച്ചാൽ ഈ ലെവൽ പൂർത്തിയാവും. ഇതിനിടയിൽ ഏതെങ്കിലും ബോൾ താഴത്ത് വീണാൽ ആ റൗണ്ട് മുതൽ വീണ്ടും ആരംഭിക്കണം. ലെവൽ പൂർത്തിയാക്കിയാൽ അടുത്ത പസിൽ പീസുകൾ ലഭിക്കും. 4ാം ലെവല്, 2 മേശകളിലായി 3 ബൗളുകൾ വീതം ഒന്നിനു പിറകെ ഒന്നായി വെച്ചിട്ടുണ്ടാവും. ആദ്യ റൗണ്ടിൽ മേശയിൽ തീപ്പെട്ടി വെച്ച് ഫ്ലിപ്പ് ചെയ്ത് ആദ്യത്തെ ബൗളിലും, 2ാമത്തേത് ഫ്ലിപ്പ് ചെയ്ത് 2ാമത്തെ ബൗളിലും, 3ാമത്തേത് 3ാമത്തെ ബൗളിലും എത്തിക്കണം. ഇരുവരും ഒരേ സമയത്താണ് ഈ ടാസ്ക് ചെയ്യേണ്ടത്. 2 പേരും ടാസ്ക് പൂർത്തിയാക്കിയാൽ മാത്രമേ അടുത്ത ലെവലിലേക്ക് കടക്കാൻ സാധിക്കൂ. 5ാമത്തെ ലെവല്, അതായത് അവസാനത്തെ കടമ്പ. ആദ്യ 4 ലെവലുകളിൽ ലഭിച്ച എല്ലാ പസിൽ പീസുകളും ബോക്സിൽ നിന്നെടുത്ത് പസിൽ ബോർഡിൽ ശരിയായ സ്ഥാനങ്ങളിൽ വെച്ച് പസിൽ പൂർത്തിയാക്കണം. പസിൽ പൂർത്തിയാകുന്നതോടെ ടാസ്ക് അവസാനിക്കും. അങ്ങനെ ടാസ്ക് ചെയ്യാനായിട്ട് ആദ്യത്തെ ടീം എത്തുന്നു. രാകേഷും സാബിറയുമാണ് 1ാമത്തെ ലെവൽ ചെയ്യാനായിട്ട് വരുന്നത്.
140 കിലോ വെയിറ്റ് ഉണ്ടെന്ന് കരുതി ഡമ്പൽ പൊക്കാനായിട്ടാണ് രാകേഷിനടുത്ത് അഖിൽ പറയുന്നത്. രാകേഷ് നല്ല രീതിയിൽ എന്റർടൈൻ ചെയ്ത് തന്നെ ആ ടാസ്ക് ചെയ്യുന്നു. സാബിറേന്റെ അടുത്ത് 20 കിലോയാണെന്ന് കരുതി അത് ലിഫ്റ്റ് ചെയ്യാനും പറയുന്നുണ്ട്. തുടർന്ന് ഫുഡ് കഴിക്കുന്ന ടാസ്ക് രണ്ടാമത്തെ ലെവലില് അഭിറാമും ഷിജുലാലുമാണ് പങ്കെടുക്കുന്നത്. അതില് അഭിറാമിന് അത്ര അങ്ങോട്ട് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഷിജുലാല് മാക്സിമം ഫുഡ് കഴിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. രണ്ടുപേർക്കും വൊമിറ്റ് ചെയ്യാനും വരുന്നുണ്ട്. അപ്പൊ രഞ്ജിനി പറയുന്നുണ്ട്, ഈ ഈറ്റിംഗ് ടാസ്ക് എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ ഈസി ആയിട്ട് തോന്നുമെങ്കിലും ഭയങ്കര ടഫാണ് എന്ന് ഇവരെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മൂന്നാമത്തെ ലെവലിൽ ഷിൻജിത്തും പ്രവീണും ചേർന്നാണ് ചെയ്യുന്നത്. അവർ നല്ല രീതിയിൽ അത് പൂർത്തിയാക്കുന്നു. നാലാമത്തെ ലെവല് ഈ തീപ്പെട്ടി ഫ്ലിപ്പിംഗ് ടാസ്ക് എൽദോയും താഷിയുമാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിനിടയ്ക്ക് ഇവർ ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് പൂജ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അഖില് പൂജന്റെ അടുത്ത് ദേഷ്യപ്പെടുന്നു. എന്താ പൂജ, എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ പൂജ പറയുന്നു, സാർ അത് അവരുടെ കോൺസെൻട്രേഷൻ കളയാൻ വേണ്ടി ചെയ്യുന്ന സ്ട്രാറ്റജിയാണ് എന്നാണ് പൂജ പറയുന്നത്. അപ്പൊ ഈ തീപ്പെട്ടി ഫ്ലിപ്പ് ചെയ്യുന്ന ടാസ്കിൽ ആദ്യം എൽദോയാണ് ഫിനിഷ് ചെയ്യുന്നത്. താഷി കുറെ സമയം എടുത്തിട്ടാണ് അത് തീർക്കുന്നത്. അവസാനത്തെ അഞ്ചാമത്തെ ലെവല് പസിൽ ചെയ്യുന്നത് ഷിബിനെയാണ്. ഷിബിനെയും അത്യാവശ്യം സമയം എടുക്കുന്നുണ്ട്. അപ്പൊ ഷിബിനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ കണ്ടസ്റ്റൻസ് കിടന്ന് നല്ല ബഹളാണ്. അതിൽ രഞ്ജിനി അവരോട് നല്ല രീതിയിൽ ദേഷ്യപ്പെടുന്നു. രഞ്ജിനി പറയുന്നു എല്ലാവരോടും മിണ്ടാതിരിക്കാനായിട്ട്. പൂജന്റെ അടുത്ത് പ്രത്യേകിച്ച് പറയുന്നു, പൂജ നിന്നെ ഞങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട്, അത് നല്ല രീതിയിലല്ല. അപ്പൊ പൂജ തിരിച്ച് സംസാരിക്കാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് പൂജ പറയുന്നത് കേൾക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് രഞ്ജിനി പൂജനെ തടയുന്നു. അങ്ങനെ അവരും ആ ടാസ്ക് ഫിനിഷ് ചെയ്യുന്നു. അപ്പോൾ അഖിൽ ഈ ടീമിന്റെ അടുത്ത് എന്തായിരുന്നു നിങ്ങളുടെ സ്ട്രാറ്റജി എന്ന് ചോദിക്കുന്നു. അപ്പൊ താഷി പറയുന്നു, ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ചിട്ടാണ് ടാസ്കുകൾ വീതിച്ച് നൽകിയത്. രാകേഷിനെ എന്റർടൈൻ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാനും അഭിറാമിന് ഫുഡ് കഴിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നത് കൊണ്ട് അഭിറാമിനും ഷിജുവിനും കൂടെ ഫുഡ് കഴിക്കാനും ഏൽപ്പിച്ചു എന്നുള്ളതാണ്. അപ്പൊ റിയാസ് ചോദിക്കുന്നു, അപ്പൊ നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്തെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ എനിക്കറിയേണ്ടത് നിങ്ങളുടെ ടീമിൽ ഏറ്റവും മോശമായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള 3 പേരെ നിങ്ങൾ സെലക്ട് ചെയ്യാനാണ്. അങ്ങനെ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ താഷീനെയും സാബിറേനെയും ഷിബിനെയും മോശം ആയിട്ട് പെർഫോം ചെയ്തവരായിട്ട് തെരഞ്ഞെടുക്കുന്നു. അതേസമയത്ത് ഈ ടീമിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്ത ആരാണെന്ന് ജഡ്ജസിന്റെ അടുത്ത് റെനീഷ് ചോദിക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ മാക്സിമം ഫുഡ് കഴിച്ചു തീർത്തിട്ടുള്ള ഷിജിലാലിനാണ് ഇൻഫിനിറ്റി പെൻഡന്റ് കൊടുക്കുന്നത്. അപ്പൊ രഞ്ജിനി ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഷിജിലാലിന് ഇത് 2ാമത്തെ തവണയാണ് ഇൻഫിനിറ്റി പെൻഡന്റ് കിട്ടുന്നത് എന്ന്. അടുത്തത് റിയാസിന്റെ ടീമാണ് വരുന്നത്. ടീം വരുമ്പോൾ തന്നെ രഞ്ജിനി പറയുന്നു, ഈ പിന്നെ ടീമുകളിലെ ഏറ്റവും അലമ്പ് ടീമാണ് എന്നും കൂടി ഇവരെ പറയണമെന്നുള്ളത്. അങ്ങനെ ആദ്യത്തെ ലെവൽ ചെയ്യാനായിട്ട് പൂജയും അസിയയാണ് വരുന്നത്. അപ്പൊ പൂജന്റെ അടുത്ത് റിയാസ് ചോദിക്കുന്നുണ്ട്, പൂജ ഇതുവരെ എത്ര കിലോ വെയിറ്റ് വരെ ലിഫ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പൊ പൂജ ഇങ്ങനെ അഭിനയിച്ചിട്ടൊക്കെ പറയാണ്, ഞാൻ ഇതുവരെ ഒരു വെയിറ്റും ലിഫ്റ്റ് ചെയ്തിട്ടില്ല സാർ എന്ന് പറയുന്നു. അപ്പൊ റിയാസ് പറയുന്നു, ശരി, എന്റെ ഇപ്പൊ നിലവിലത്തെ വെയിറ്റ് 74 ആണ്. അപ്പൊ 74 കിലോ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് അത് ലിഫ്റ്റ് ചെയ്യാൻ. പൂജ പറയുന്നു, എന്നെ കൊണ്ട് പറ്റില്ല സാർ, എനിക്കത് ലിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഞാൻ 50 കിലോയേ ഉള്ളൂ, അപ്പൊ എനിക്കത് ലിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നല്ല രീതിയിൽ അഭിനയിച്ചിട്ട് പൂജ അത് ലിഫ്റ്റ് ചെയ്യുന്നില്ല. അസിയും അതേപോലെ തന്നെ പറയുന്നു, എനിക്കും അത് ലിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു. പക്ഷെ രണ്ടുപേരും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. 2ാമത്തെ ലെവലായിട്ടുള്ള ഫുഡ് കഴിക്കാനായിട്ട് വരുന്നത് രചനയും സോണിയ അലക്സുമാണ്. അപ്പോൾ രചന അതിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഫുഡ് കഴിക്കുന്നുണ്ട്. 3ാമത്തെ ലെവല് ഷാനോ തോമസും റൈബിനും ചേർന്നിട്ടാണ് അത് ഫിനിഷ് ചെയ്യുന്നത്. 4ാമത്തെ ഈ തീപ്പെട്ടി ഫ്ലിപ്പിംഗ് ടാസ്കിൽ പാർവതിയും ജെറ്റി പി തോമസുമാണ് പങ്കെടുക്കുന്നത്. അങ്ങനെ 5ാമത്തെ പസിൽ ടാസ്ക് പൂജയാണ്, 2ാമത്തെ പൂജ. ആദ്യത്തേത് പൂജ ജെയിനും ഇത് പൂജ ശരത്തുമാണ്. അപ്പൊ പൂജ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും അത് ഫിനിഷ് ചെയ്യുന്നു. അപ്പൊ ഇവരോടും എന്തായിരുന്നു നിങ്ങളുടെ സ്ട്രാറ്റജി എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഷാനോ തോമസ് പറയുന്നു, ഞങ്ങൾക്ക് സ്കിൽസ് കുറവായതുകൊണ്ട് ഓരോരുത്തർക്കും പറ്റുന്നതനുസരിച്ചിട്ടാണ് ഓരോരുത്തരും ചൂസ് ചെയ്തതെന്നുള്ളത്. അപ്പൊ പാർവതി അതിനോട് വിയോജിക്കുന്നു. ഷാനോ തോമസ് പറയുന്നു, എനിക്ക് ഫുഡ് അത്രയും കഴിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ഫുഡ് കഴിക്കുന്ന ടാസ്കിൽ നിന്ന് സ്കിപ്പ് ആയെന്ന്. അപ്പൊ റിയാസ് ഷാനോ തോമസിന്റെ അടുത്ത് പറയുന്നു, ഇതൊരു കോമ്പറ്റീഷൻ ആണ്, അപ്പൊ ഈ ഹെൽത്ത് ഒക്കെ നോക്കിയിട്ടാണോ ഫുഡ് കഴിക്കാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഫുഡ് അതുകൊണ്ടല്ല, എനിക്ക് അത്രയും ഇൻടേക്ക് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് അതിനകത്തുനിന്ന് സ്കിപ്പ് ആയെന്ന് ഷാനോ തോമസ് പറയുന്നു. പൂജന്റെ അടുത്ത് റിയാസ് പറയുന്നു, പൂജന്റെ ഒക്കെ പെർഫോമൻസ് ഭയങ്കര ക്രിഞ്ച് ആയിരുന്നു, എങ്കിലും ആ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാതെ അതിനകത്തുനിന്ന് സ്കിപ്പ് ആയത് പൂജന്റെ ഒരു സ്ട്രാറ്റജി ആയിട്ട് ഞങ്ങൾ കണക്കാക്കുന്നു, അതൊരു നല്ല മൂവ് ആയിട്ട് കണക്കാക്കുന്നു എന്ന് പറയുന്നു. ഈ ടീമിലെയും ഏറ്റവും മോശമായിട്ട് പെർഫോം ചെയ്തത് ആരൊക്കെയാണെന്ന് അവരവർ തന്നെ തെരഞ്ഞെടുക്കാനായിട്ട് പറയുന്നു. അങ്ങനെ ഭൂരിപക്ഷം ആൾക്കാരും തെരഞ്ഞെടുത്തത് പൂജ, അസിയ, ജെറ്റി പി തോമസ്. ഈ ടീമിൽ നിന്നും ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തത് ആരാണെന്ന് ജഡ്ജസിന്റെ അടുത്ത് തെരഞ്ഞെടുക്കാൻ പറയുന്നു. അവര് രചനേനെയാണ് തെരഞ്ഞെടുക്കുന്നത്. കാരണം രചന അത്യാവശ്യം നല്ല രീതിയിൽ ഫുഡ് കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ടീമിൽ നിന്നും രചനയ്ക്കാണ് ഈ ഇൻഫിനിറ്റി പെൻഡന്റ് ലഭിക്കുന്നത്.
അങ്ങനെ അടുത്ത ടീം ടാസ്ക് ചെയ്യാനായിട്ട് വരുന്നു. അവര് ടാസ്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെ ഒരു മീറ്റിംഗ് ഒക്കെ വിളിച്ച് തീരുമാനിക്കുകയാണ്. അപ്പൊ തന്നെ അവർ പറയുന്നുണ്ട്, ജയിച്ചാലും തോറ്റാലും നമ്മൾ പരസ്പരം കുറ്റപ്പെടുത്താൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ ടാസ്ക് ചെയ്യാനായിട്ട് വരുന്നത്. ഒന്നാമത്തെ ലെവല് ഈ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാനായിട്ട് വരുന്നത് അളകനന്ദയും അനഘയാണ്. 30 കിലോയുള്ള വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാനാണ് അഖിൽ ഇവരോട് പറയുന്നത്. രണ്ടാമത്തെ ലെവല് ഫുഡ് കഴിക്കാനായിട്ട് ഷാമോനും അഫ്നയുമാണ് വരുന്നത്. അതിൽ ഷാമോൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫുഡ് കഴിക്കുന്നുണ്ട്. അതിൽ ഗ്യാസ് കയറി പുറത്തു പോയിരുന്ന് വൊമിറ്റ് ചെയ്ത് ഒരുപാട് നേരം കഴിഞ്ഞിട്ടാണ് തിരിച്ച് അകത്തേക്ക് കയറിയത്. അഫ്നയ്ക്ക് അത്രയ്ക്കും ഫുഡ് കഴിക്കാനായിട്ട് പറ്റുന്നില്ല. മൂന്നാമത്തെ ലെവല് അമൃതയും സ്റ്റീനയും കൂടിയാണ് ആ ടാസ്ക് ചെയ്യുന്നത്. നാലാമത്തെ ടാസ്ക് ഷിൻജിത്തും നന്ദകിഷോറും കൂടിയാണ് ചെയ്യുന്നത്. അഞ്ചാമത്തെ ഫൈനൽ ലെവലിലെ പസിൽ ചെയ്യുന്നത് അപർണയാണ്. ടാസ്കിന് ശേഷം ഇവരോടും സ്ട്രാറ്റജീനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ സോന പറയുന്നത് സോനയ്ക്ക് ഫുഡ് ചലഞ്ചിലൊക്കെ പങ്കെടുത്ത് എക്സ്പീരിയൻസ് ഉള്ളതാണ്. അപ്പോൾ മാക്സിമം ഫുഡ് കഴിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ അഫ്നിയെ സ്വന്തം ഇഷ്ടപ്രകാരം ഫുഡ് കഴിച്ചോളാം എന്ന് പറഞ്ഞ് അത് ചൂസ് ചെയ്തതാണ്. പക്ഷെ അഫ്നയ്ക്ക് അതിന് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അഫ്നിയ അതിന് ഉത്തരം പറയുന്നത്, ഇവിടെ നിന്ന് പറയാൻ എളുപ്പമാണ്, പക്ഷെ ഇതൊരു കോമ്പറ്റീഷനും കൂടി വെച്ചിട്ട് അവിടെ പോയി നിന്ന് ഫുഡ് കഴിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല എന്ന് പറയുന്നു. ഈ ടീമിലെയും ഏറ്റവും മോശമായിട്ട് പെർഫോം ചെയ്തവരെ തെരഞ്ഞെടുക്കാനായിട്ട് പറയുന്നു. ഭൂരിപക്ഷം തെരഞ്ഞെടുക്കുന്നത് അനഖേനെയും അഫ്നിയാസിനെയും സോനേനെയാണ്. ഏറ്റവും നന്നായിട്ട് ഈ ടീമിൽ പെർഫോം ചെയ്തിട്ടുള്ളത് ഷിൻജിത്താണ്. അങ്ങനെ ഷിൻജിത്തിനാണ് ഈ ടീമിൽ നിന്നും ഇൻഫിനിറ്റി പെൻഡന്റ് കിട്ടുന്നത്. അടുത്തത് രഞ്ജിനിന്റെ ടീമാണ് വരുന്നത്. ഒന്നാമത്തെ ലെവല് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാനായിട്ട് അളകനന്ദയും ലോലിറ്റയാണ് വരുന്നത്. രണ്ടാമത്തെ ലെവല് ഫുഡ് കഴിക്കാനായിട്ട് ശ്യാമും വർഷയാണ്. മൂന്നാമത്തെ ലെവൽ ചെയ്യാനായിട്ട് അമലും ഷിജിനുമാണ് വരുന്നത്. അതിൽ അമല് നല്ല രീതിയിൽ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്. ഈ ബോൾ ഹോൾഡർ ഷിജിൻ തിരിച്ചു കൊടുക്കാനും അത് വാങ്ങിയിട്ട് തിരിച്ച് സ്വന്തം പൊസിഷനിൽ പോയി നിൽക്കാനും ഒന്നും അമലിന് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ കുറെ അധികം സമയം എടുക്കുന്നുണ്ട്. നാലാമത്തെ ലെവല് തീപ്പെട്ടി ഫ്ലിപ്പ് ചെയ്യാനുള്ള ടാസ്ക് വൈശാഖും പ്രവീണും കൂടെ ചേർന്നാണ് ചെയ്യുന്നത്. അഞ്ചാമത്തെ ലെവല് നയന ബാലകൃഷ്ണനാണ്. ഈ ടാസ്കിന് ശേഷം അവരോടും അവരുടെ സ്ട്രാറ്റജിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് അമല് ഡ്രസ്സൊക്കെ ഊരിയിട്ട് താനൊരു ബോഡി ബിൽഡർ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഈ ടീമിലും ഏറ്റവും മോശമായിട്ട് പെർഫോം ചെയ്ത ആൾക്കാരെ തെരഞ്ഞെടുക്കാനായിട്ട് പറയുന്നു. അപ്പൊ അളകനന്ദ, വർഷ, അമൽ, ശ്യാമ് 4 പേരെ തെരഞ്ഞെടുക്കുന്നുണ്ട്. അത് അമലിനും ശ്യാമിനും 4 വോട്ട് വീതം ഈക്വൽ ആയിട്ട് വന്നപ്പോൾ ഇതിലൊരാളെ തെരഞ്ഞെടുക്കാൻ പറയുന്നു. അങ്ങനെ അമലിനെയാണ് എല്ലാവരും കൂടെ തെരഞ്ഞെടുക്കുന്നത്. അതുപോലെ ഈ ടീമിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തത് പ്രവീണാണ്. അങ്ങനെ പ്രവീണിനാണ് ഇൻഫിനിറ്റി പെൻഡന്റ് കിട്ടുന്നത്. ഈ ഇൻഫിനിറ്റി പെൻഡന്റ് പ്രവീണിന് കൊടുക്കുമ്പോൾ രഞ്ജിനി പറയുന്നുണ്ട്, പ്രവീണിനെ ഇത് ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ കാണുന്നതെന്നും കൂടി പ്രവീണിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ ടീമുകളും ടാസ്ക് ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവരുടെ പൊസിഷൻ പറയുകയാണ്. 4th പൊസിഷനിൽ നിൽക്കുന്നത് റിയാസിന്റെ ടീമാണ്. 3rd പൊസിഷനിൽ റെനീഷന്റെ ടീം, 2nd പൊസിഷനിൽ രഞ്ജിനി, 1st പൊസിഷനിൽ അഖിൽ മാരാരുടെ. അങ്ങനെ ഫസ്റ്റ് കിട്ടിയിട്ടുള്ള ടീമിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. പക്ഷെ ഈ ടീമിലും ഡേഞ്ചർ സോണിൽ വന്നിട്ടുള്ള താഷി, ഷിബിന, സാബിറ 3 പേരുണ്ട്. എങ്കിലും ഇവര് ജയിച്ച ടീം ആയതുകൊണ്ട് ഇവരെ തൽക്കാലം ഡേഞ്ചർ സോണിൽ നിന്നും സേവ് ചെയ്യുന്നു. ബാക്കി 3 ടീമിലുമുള്ള ഡേഞ്ചർ സോണിലുള്ള കണ്ടസ്റ്റൻസ് സ്റ്റേജിലേക്ക് വരാനായിട്ട് റെനീഷ പറയുന്നു. അങ്ങനെ എലിമിനേഷൻ പ്രോസസ് ആരംഭിക്കുന്നു. ആദ്യം ശ്യാമിന്റെ കാര്യമാണ് രഞ്ജിനി പറയുന്നത്. ശ്യാമ് നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ അതേസമയം തന്നെ ശ്യാമിന് എന്തോ ഒരു കാര്യം പുറകോട്ട് വലിക്കുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ കൺഫ്യൂസ്ഡ് ആണ്. ശ്യാമിന്റെ റിസൾട്ട് കുറച്ചു നേരത്തേക്ക് ഹോൾഡ് ചെയ്ത് വെക്കുകയാണ്, ഞങ്ങൾ ഡിസ്കസ് ചെയ്യണം എന്ന് പറയുന്നു. പിന്നീട് അഖിലിന്റെ അടുത്ത് റെനീഷ ചോദിക്കുന്നു, ഇതിൽ നിന്ന് ആരെങ്കിലും സേവ് ചെയ്യാനോ എലിമിനേറ്റ് ചെയ്യാനോ ഉദ്ദേശിക്കുന്നുണ്ടോ, ആഗ്രഹിക്കുന്നുണ്ടോ എന്ന്. അപ്പം അഖിൽ പറയുന്നു, എന്റെ ആഗ്രഹത്തിനപ്പുറം പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലാണല്ലോ. അങ്ങനെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലും ഒരു ടോട്ടാലിറ്റി നോക്കുമ്പോൾ അനഘ എലിമിനേറ്റഡ് ആണ് എന്ന് അഖില് പ്രഖ്യാപിക്കുന്നു. അപ്പൊ അനഘ പറയുന്നു, വിധിയെ മാനിക്കുന്നു, പക്ഷെ എന്നേക്കാൾ മോശമായിട്ട് പെർഫോം ചെയ്ത ആൾക്കാർ എന്റെ ടീമിൽ തന്നെ ഉണ്ട് എന്ന് പറയുന്നു. അപ്പൊ രഞ്ജിനി അത് ആരാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും സോന അലക്സിന്റെ പേരാണ് അനഘ പറയുന്നത്. റീസൺ ചോദിക്കുമ്പോൾ സോന അലക്സ് മറ്റുള്ളവരോട് പെരുമാറുന്ന രീതി, ബിഹേവ് ചെയ്യുന്ന രീതി, അവരെ ട്രീറ്റ് ചെയ്യുന്നതൊക്കെ ഒഫെൻസീവ് ആയിട്ടാണ് തോന്നുന്നതെന്നാണ് അനഘ പറയുന്നത്. അങ്ങനെ അനഘ എവിക്റ്റ് ആവുന്നു. അടുത്തത് റിയാസ് പറയുന്നു, ഞാൻ 2 പേരെ സേവ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലും ടാസ്കുകളിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തില്ലെങ്കിലും പേഴ്സണാലിറ്റി പ്രകടിപ്പിച്ചിട്ടുള്ള 2 പേരെ സേവ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അഫ്നിയാസിനെയും സോനേനെയും സേവ് ചെയ്യുന്നു. അടുത്തത് അഖിൽ സംസാരിക്കുകയാണ്. ഈ 2-3 ദിവസങ്ങളായിട്ട് ഞങ്ങൾ പരസ്പരം സംസാരിക്കുകയായിരുന്നു. ഇവിടെ യാതൊരു തരത്തിലും ഒരു പ്രസൻസ് ഫീൽ ചെയ്യാത്ത അമലിനെ എവിക്റ്റ് ചെയ്യുന്നു. ഇന്നത്തെ ടാസ്കിലും നന്നായിട്ട് പെർഫോം ചെയ്തില്ല അമല്. അപ്പൊ അതുകൊണ്ട് അമലിനെ എവിക്റ്റ് ചെയ്യുന്നു. രണ്ടാമത് അസിയനെ
എവിക്റ്റ് ചെയ്യുന്നു. അവസാനം വന്നിട്ടുള്ളത് പൂജയും ശ്യാമുമാണ്. രഞ്ജിനി പറയുന്നു ഇവരിൽ ഒരാൾ ഇൻ ഒരാൾ ഔട്ട്. അപ്പോൾ ശ്യാമു വളരെ ഇമോഷണൽ ആവുന്നുണ്ട്. അഖില് ചോദിക്കുന്നു ശ്യാം നല്ല രീതിയിൽ പെർഫോം ചെയ്തു എന്ന് ശ്യാമു വിചാരിക്കുന്നുണ്ടോ എന്ന്. അപ്പൊ ശ്യാം ഓൾറെഡി ഇമോഷണലായി നിൽക്കുകയാണ്. അഖില് പറയുന്നു ശ്യാമിന്റെ പെർഫോമൻസിൽ ഞങ്ങൾ ആരും ഒട്ടും തൃപ്തരാണ്, അതുകൊണ്ട് ശ്യാമിനെ സേവ് ചെയ്യുന്നു എന്ന്. ഒബ്വിയസ്ലി പൂജേനെയാണ് എവിക്റ്റ് ചെയ്യുന്നത്. പൂജേന്റെ അടുത്ത് സംസാരിക്കാൻ പറയുമ്പോൾ ഇതുവരെ കാണിക്കാത്ത ഈ 2-3 ദിവസങ്ങളിൽ ഉള്ള പൂജ അല്ലാത്ത വേറൊരു പൂജേനെ കാണുന്നു. പൂജ പറയുന്നു ശ്യാം സേവ് ആയതിൽ സന്തോഷം, കാരണം ഞാൻ കൂടുതൽ സംസാരിക്കുന്നത് ശ്യാമുമായിട്ടാണ്, അതുകൊണ്ട് തന്നെ ശ്യാമുമായിട്ട് നല്ല രീതിയിലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അപ്പൊ ശ്യാം ഇന്നാവണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്, അതുകൊണ്ട് ശ്യാം ഇന്നായതിൽ ഞാൻ സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ റിയാസ് പറയുന്നു ഇതുപോലെ പ്രസന്റ് ചെയ്യായിരുന്നല്ലോ എന്ന് ചോദിക്കുന്നു. അപ്പൊ രഞ്ജിനി പറഞ്ഞു ഇതിങ്ങനത്തെ ഒരു പൂജനെ ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല എന്ന്. എന്താ വെച്ചാൽ പൂജ കൂടുതലും പൂജനെ കാണിക്കാൻ ഈ അഗ്രഷൻ കാണിക്കാനായിട്ട് നിന്നിരുന്നത്. ഒച്ചയെടുത്ത് ബഹളം എടുത്ത് ദേഷ്യം കാണിച്ചിട്ടൊക്കെയാണ്. അപ്പൊ എല്ലാം അധികമായി കഴിഞ്ഞാൽ അത് ഭയങ്കര ബോറായിരിക്കും എന്നുള്ളതാണ്. ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഈ ഇൻഫിനിറ്റി പെൻഡന്റ് കിട്ടിയിട്ടുള്ള ആൾക്കാരുടെ പവർ എന്താണ് എന്നുള്ളത് നാളെ പറയാം എന്ന് പറഞ്ഞിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡ് ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.